ആനുകാലിക രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയെ അടിസ്ഥാനമാക്കി വിമർശനാത്മകമായി പഠിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പത്രാധിപർ പ്രതികരിക്കുന്നു എന്ന പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യും. കുറെ നാളുകളായി അല്ലെങ്കിൽ ഏറെ നാളുകളായി സംസാര വിഷയവും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ചർച്ചാ വിഷയവുമായ ഒരു വിഷയമാണ് സഹകരണ നിയമത്തിലെ ചില പഴുതുകൾ അടച്ചുകൊണ്ടും സഹകരണ നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടും ഒരു പുതുമ വരുത്തണം എന്നുള്ള അഭിപ്രായം ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അത് സഹകരണ മേഖലയെ ഗ്രസിച്ചിരിക്കുന്ന അഴിമതിയെ ഒരു പരിധിവരെ ചെറുത്തു നിർത്താൻ കഴിയും എന്നതുകൊണ്ടാണ് സഹകരണ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് കാലാകാലങ്ങളായി ആവശ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. കുമിള് പോലെ മുളച്ചു വരുന്ന സഹകരണ സംഘങ്ങൾ, ഒരു പഞ്ചായത്തിൽ ഒരു വില്ലേജിൽ ഒരു സഹകരണ സംഘം മാത്രമുള്ളിടത്ത് ഇന്ന് ഒരു ഡസനും അതിലേറെയും സഹകരണ സംഘങ്ങൾ രൂപീകൃതമായിരിക്കുന്നു. ഇതെല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്നാണെന്ന് അതിന്റെ ഭാരവാഹികൾ അവകാശപ്പെടുമെങ്കിൽ തന്നെയോ ഒരു പരിധിവരെ ഇതെല്ലാം ജനങ്ങളെ ദ്രോഹിക്കാനും ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്കും അതുപോലുള്ള മറ്റു ജീവനക്കാർക്കും അഴിമതി നടത്തുന്നതിനും വേണ്ടിയുള്ള ഒരു സ്ഥാപനമായി സഹകരണ സംഘങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ആ അഴിമതിയെ ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കുന്നതിന് അല്ലെങ്കിൽ ചെറുത്ത് നിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് സഹകരണ ആക്ടിലെ ചില നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർ അവർ അടുത്തോൺ പറ്റി 5 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമേ സഹകരണ സ്ഥാപനങ്ങളിലെ ഡയറക്ടർമാരായി വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ മാറ്റം വരുത്തുന്നതിന് വേണ്ടി കരട് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഭരണസമിതി 3 പ്രാവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരംഗം 3 പ്രാവശ്യത്തിൽ കൂടുതൽ ഭരണസമിതി അംഗമാകാൻ പാടില്ല. അത് ഏറ്റവും നല്ല ഒരു തീരുമാനമായില്ലെങ്കിലും ആ ഭേദഗതി ഏറ്റവും നല്ലതാണ്. കാരണം നൂറ്റാണ്ടിലധികമായി ചില സഹകരണ സ്ഥാപനങ്ങളിൽ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും ഭരണസമിതി അംഗങ്ങളുമായും പ്രവർത്തിക്കുന്നവരുണ്ട്. അവർ ഒരിക്കൽ പോലും അവരുടെ ആ സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർക്ക് വിജയിക്കുന്നതിന് തക്ക വിധത്തിലുള്ള അംഗങ്ങളെയാണ് അവർ ചേർത്ത് വച്ചിരിക്കുന്നത്. ഇതിനാണ് മാറ്റം വരുത്തേണ്ടത്. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ തുടങ്ങിയത് ജനനന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള വസ്തുത. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ മൂലാധിഷ്ഠിത രാഷ്ട്രീയം ഇല്ലാതായി തുടങ്ങിയപ്പോൾ അത് മറ്റ് സ്ഥാപനങ്ങളെ പോലെ സഹകരണ പ്രസ്ഥാനങ്ങളെയും ബാധിച്ചു. ഇന്ന് സഹകരണ സ്ഥാപനങ്ങളെല്ലാം അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ്. അഴിമതിയുടെ നീരാളിപ്പിടുത്തത്തിൽ അമർന്നിട്ടില്ലാത്ത ഒരു സഹകരണ സ്ഥാപനവും ഇന്ന് കേരളത്തിൽ ഉള്ളതായി തോന്നുന്നില്ല. പല ഭരണസമിതികളും നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ്. ഒരു പ്രസിഡന്റ് തന്നെ നൂറ്റാണ്ടിലധികമായി പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ നിരവധിയുണ്ട്. ഈയിടയ്ക്ക് കേന്ദ്ര ഏജൻസി സഹകരണ സ്ഥാപനങ്ങളിലെ അഴിമതികൾ കുറെയൊക്കെ
കണ്ടെത്തുകയും അതിനെതിരെ നടപടിയായി മുന്നോട്ട് പോയപ്പോൾ ഒരു സഹകാരി പറഞ്ഞത്, അറിയപ്പെടുന്ന ഒരു സഹകാരി, മുൻ മന്ത്രി, KPCC പ്രസിഡന്റ് ചാർജ് ഉണ്ടായിരുന്ന, മുഖ്യമന്ത്രിയുടെ ചാർജ് ഉണ്ടായിരുന്ന ഒരു നേതാവ്, ഒരു സഹകാരി പറഞ്ഞത്, മഞ്ഞമലയുടെ ഒരറ്റത്ത് മാത്രമേ കേന്ദ്ര ഏജൻസി തൊട്ടിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ആ സഹകരണ മേഖലയിലെ അഴിമതി എത്രമാത്രം വലുതാണെന്നുള്ളതിന് ആ രംഗത്ത് അരനൂറ്റാണ്ടിലധികമായി പ്രവർത്തിക്കുന്ന ഒരു സഹകാരി പറയുമ്പോൾ, ആ സഹകാരി ഇപ്പോഴും അരനൂറ്റാണ്ടായി ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റാണ്. പക്ഷെ ആ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എടുത്തു പറയത്തക്ക അഴിമതിയൊന്നും നടന്നതായി പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ നിരവധി സഹകരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള ബാങ്കിൽ ലയിച്ചപ്പോൾ അതിനെതിരെ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് സ്റ്റേക്ക് പോയതും കേസിന് പോയതും ഒക്കെ നമുക്ക് അറിവുള്ളതാണ്. ഇപ്പോൾ സഹകരണ നിയമത്തിലെ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള കരട് വന്നപ്പോൾ അതിനെതിരെ 4 പ്രാഥമിക സഹകരണ സംഘങ്ങൾ സ്റ്റേക്ക് പോയിരിക്കുകയാണ്. അതിലൊന്ന് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നാട്ടിലെ സഹകരണ സംഘമാണ്. ആ നാടിന്റെ പേരിൽ പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കാണ് ഒന്ന്. എന്തിനാണ് നിങ്ങൾ അരനൂറ്റാണ്ടിലധികമായി ഒരു ഭരണസമിതി ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്തുമാത്രം ആ പ്രദേശത്തെ ആ ബാങ്കിന്റെ ആ സഹകരണ സ്ഥാപനത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന ജനങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടാകും? എന്തുമാത്രം അഴിമതി നിങ്ങൾ നടത്തിയിട്ടുണ്ടാകും? നിങ്ങളുടെ ബാങ്കുകളിൽ പണയം വെച്ചിട്ടുള്ള സ്വർണങ്ങളിൽ യഥാർത്ഥമായ സ്വർണം എത്രയുണ്ട്? ഒരു 50% മുക്കുപണ്ടമല്ലേ? അവർ നിങ്ങളെയും ഭരണസമിതിയെയും സെക്രട്ടറിയെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ടല്ലേ ഈ മുക്കുപണ്ടം പണയം വെച്ച് വായ്പ എടുക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പിടിക്കപ്പെടുന്നത് വളരെ ചുരുക്കം മാത്രമാണ്. ഇതെല്ലാം ഒറ്റയടിക്ക് ഇല്ലായ്മ ചെയ്യാമെന്നുള്ള വ്യാമോഹമൊന്നും ആർക്കുമില്ല. സഹകരണ സംഘത്തിലെ അഴിമതി, ആ അഴിമതി നടത്തുന്നവരുടെ ശക്തി, രാഷ്ട്രീയ സ്വാധീനം, അവരുടെ അഴിമതി നടത്തിയുള്ള പരിജ്ഞാനം അത്രത്തോളം വലുതാണ്. അതുകൊണ്ടാണ് ഈ ഭേദഗതി, സഹകരണ ആക്ടിലെ ഭേദഗതി അല്പമെങ്കിലും സഹകരണ പ്രസ്ഥാനങ്ങളിലെ അഴിമതിയെ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ്. ഒരു റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി നടത്തുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലെ ഒരു സഹകരണ സംഘങ്ങൾക്കും സഹകരണ ബാങ്കുകൾക്കും ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല. അത് റിസർവ് ബാങ്ക് തന്നെ പത്രത്തിൽ കൂടി, മാധ്യമത്തിൽ കൂടി പരസ്യം നൽകിയിട്ടുള്ളതുമാകുന്നു. അതിനെതിരെ സഹകരണ ബാങ്കുകൾ സ്റ്റേക്ക് പോവുകയും കേസിന് പോവുകയും ഒക്കെ ചെയ്തെങ്കിലും റിസർവ് ബാങ്ക് എടുത്ത തീരുമാനം ശക്തമായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് ശക്തമായി നടപ്പാക്കിയാൽ സഹകരണ ബാങ്ക് എന്ന പേര് മാറ്റേണ്ടി വരും. ആ ബാങ്കിന്റെ സ്ഥാനത്ത് സംഗമമോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ചേർക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ നൂറുകണക്കിന് സഹകരണ ബാങ്കുകളുടെ പേരിൽ നിന്നും ബാങ്ക് എടുത്ത് മാറ്റേണ്ടി വരും, ബാങ്ക് എന്ന പേരെടുത്ത് മാറ്റേണ്ടി വരും. അതുപോലെ പല നിയമങ്ങളും, അവര് ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നതിലെ മാനദണ്ഡം, പലിശ കൊടുക്കുന്നതിലെ മാനദണ്ഡം, വായ്പ കൊടുക്കുന്നതിലെ മാനദണ്ഡം, ജപ്തി നടപടികൾ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം, ഇതിലെല്ലാം തന്നെയും റിസർവ് ബാങ്ക് അനുശാസിക്കുന്ന നിയമപ്രകാരമാണെങ്കിൽ
സഹകരണ സംഘങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതുകൊണ്ട് സഹകരണ പ്രസ്ഥാനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി അത് 3 വർഷം വീതമുള്ള 3 ടേം ആയി ചുരുക്കാൻ എടുത്ത തീരുമാനം, അതായത് ഒരു ഭരണസമിതിക്ക് 9 വർഷത്തിൽ കൂടുതൽ 3 വർഷം കാലാവധിയുള്ള ഭരണസമിതിക്ക് 3 പ്രാവശ്യമേ ഭരണസമിതിയിൽ ഇരിക്കാൻ പാടുള്ളൂ. സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ പറ്റിയ ജീവനക്കാർ പെൻഷൻ പറ്റിയ ദിവസം മുതൽ 5 വർഷം കഴിഞ്ഞ് സഹകരണ സ്ഥാപനങ്ങളിൽ ഡയറക്ടർമാരായി ഭരണസമിതി അംഗങ്ങളായി വരാൻ പാടുള്ളൂ. ഈ 2 നിയമങ്ങളും യാതൊരു വെള്ളവും ചേർക്കാതെ അത് ശക്തമായി തന്നെ, സത്യസന്ധമായി തന്നെ, സുതാര്യമായി തന്നെ നടപ്പിൽ വരുത്തണമെന്നാണ് ഈ അഭിപ്രായത്തിൽ പറയാനുള്ളത്. അതിനുവേണ്ടി എല്ലാവരും ശക്തമായ നിലപാട് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ പരിപാടി പൂർത്തീകരിക്കുകയാണ്. നന്ദി, നമസ്കാരം.